അപ്പോൾ നമുക്ക് നമ്മുടെ സ്പടിക ട്രാവൽസ് ഒന്ന് ഓടിച്ച് നോക്കാം. ഭാരത് ബെൻസ് 1017 എങ്ങനെ അതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. ഓക്കെ, വണ്ടി പെട്ടെന്ന് ഗിയറൊക്കെ നന്നായി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്മോക്ക് ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇനി വീഡിയോ എടുക്കാനാ പാട്. പിന്നെ ഇതിന് ഇവിടെയൊക്കെയുള്ള റെക്സിൻസ് ഒക്കെ ഉണ്ട്. ഈ രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ശക്തികുളങ്ങരയിലാണ് കേട്ടോ. ശക്തികുളങ്ങരയിൽ വന്നിട്ടുള്ളത് നമ്മൾ കൊണ്ടോട്ടി ഓട്ടോഗ്രാഫ്റ്റിൽ നമ്മളൊരു വണ്ടിയുടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ. അന്ന് ഞാൻ കൊണ്ടോട്ടി ഓട്ടോഗ്രാഫ്റ്റിൽ പോയിട്ട് വീഡിയോ ചെയ്യാൻ പോയ സമയത്ത് അവിടെ കണ്ട ഒരു വണ്ടി ഉണ്ടായിരുന്നു, സ്പടികം. അപ്പോൾ ആ വണ്ടി അന്ന് നമ്മൾ കണ്ട് ജസ്റ്റ് ഒരു റീല് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വന്നേക്കുന്നത്. ശക്തികുളങ്ങരയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. ശക്തികുളങ്ങരയിൽ സ്പടികം ട്രാവൽസിലാണ്. അപ്പോൾ സ്പടികത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പടികം 2-3 സെക്ഷൻ സ്പടികംസ് ഉണ്ട്. അപ്പോൾ ഇത് കൊല്ലത്തുള്ള സ്പടികമാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇതിൻ്റെ സ്പെക്കൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഭാരത് ബെൻസിൻ്റെ 1017 ഷാസിയിലാണ് ഇതിൻ്റെ ഷാസി വരുന്നത്. എൻജിൻ 4D34i എഞ്ചിനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത് 105 kW അറ്റ് 2500 RPM. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് വരുന്നത് 520 Nm ടോർക്ക് 1500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നു. 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ പാരാബോളിക് ലീഫ് സ്പ്രിങ്സ് ആണ് അതിൽ വരുന്നത്. വിത്ത് ആൻറ്റി റോൾ ബാർസ് കൂടി ഉണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗും അതുപോലെ തന്നെ ആഡ്ബ്ലൂ കപ്പാസിറ്റി വരുന്നത് 43 ലിറ്ററും ഇതിൽ തന്നെ 34 ലിറ്ററിൻ്റെ ആഡ്ബ്ലൂം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 171 ലിറ്ററും 160 ലിറ്ററിൻ്റെയും 2 ടാങ്കിൻ്റെ കപ്പാസിറ്റികൾ ഡിഫറെൻറ്റ് രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശക്തികുളങ്ങര അമ്പലത്തിൻ്റെ മൈതാനത്താണ് കേട്ടോ. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ശക്തികുളങ്ങര ക്ഷേത്രം. ഈ കാണുന്നതാണ് ആ ക്ഷേത്രം. അപ്പോൾ നമ്മളിതിന് മുന്നേ നമ്മൾ കൊണ്ടോട്ടി ഓട്ടോഗ്രാഫിൽ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അന്ന് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആയപ്പോൾ നമുക്കത് ചെയ്യാനായിട്ടൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് കാട്ടിത്തരാം. ഫ്രണ്ടിൽ വരുമ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ വിൻഷീൽഡിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. വിൻഷീൽഡിൻ്റെ പോർഷൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് വജ്ര എന്ന് കാണിക്കാൻ ഒരു നിക്ക് നെയിം കൊടുത്തിട്ടുണ്ട്, വജ്ര. മുകളിലായിട്ട് സ്പടികത്തിൻ്റെ ഫൗണ്ട് കണ്ടില്ലേ, ഇതുപോലെ ഒരു ഫൗണ്ടാണ് വന്നേക്കുന്നത്. സ്പടികം എന്ന് പറഞ്ഞാൽ വേറെയും പേരുകളുണ്ടായിരിക്കും, പക്ഷേ ഇത് നമ്മുടെ ശക്തികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്പടികമാണ് കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് 2 കൊമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് 4 ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കൊണ്ടോട്ടിയിൽ വരുന്ന ടൈപ്പ് കൊമ്പാണ് കേട്ടോ, നമ്മുടെ വോൾവോയിൽ വരുന്ന കൊമ്പല്ല. പിന്നെ തൊട്ട് താഴെയിൽ വരുമ്പോൾ ഭാരത് ബെൻസിൻ്റെ ഒരു എംബ്ലം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭാരത് ബെൻസിൻ്റെ ലോഗോ, എംബ്ലം അല്ല, ലോഗോ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഇതിലാട്ടോ ലോഗോ കൊടുത്തേക്കണേ. ഈ ലോഗോ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു അട്രാക്ഷൻ ആണ്, ഒരു ഘടകമാണ് സത്യം പറഞ്ഞാൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ 3 പോർട്ടോട് കൂടിയിട്ടുള്ള ഹെഡ് ലാമ്പ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 3 ഹെഡ് ലാമ്പ്സിൻ്റെ ഭാഗം കാണാൻ സാധിക്കും. മുകളിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ, താഴെയായിട്ട് ഫോഗ് ലാമ്പ് അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നേക്കണേ. ഏകദേശം ഒരു കെപ്പല്ലയുടെ ഒരു കവിള് പോലെ തോന്നും നമുക്ക് അല്ലേ, ആ ഗ്രില്ലിൻ്റെ ഭാഗം. അപ്പോൾ ഇത് കൊണ്ടോട്ടി ഓട്ടോഗ്രാഫിൻ്റെ പുതിയ മോഡൽ ആയിട്ടുള്ള ആ ഒരു ഡിസൈനാണ് കേട്ടോ അത്.
നല്ല രസമായിട്ടുണ്ട് ഈ വണ്ടി കാണാനായിട്ട്. ഇതിൻ്റെ തന്നെ 2 ടൈപ്പ് വണ്ടി ഇറങ്ങുന്നത്. ഒന്ന് ചെറുവണ്ടിക്കും വലിയ വണ്ടിക്കുമായിട്ട് കുറച്ച് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഈ കൊണ്ടോട്ടി ഓട്ടോക്രാഫ്റ്റ് ഇപ്പോൾ പുതിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇമ്പറേറ്റർ ACX എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി കേട്ടോ, ഇമ്പറേറ്റർ. അപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സൈഡ് മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയ്ക്കൊക്കെയാണ് ഫ്രണ്ടിലത്തെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇമ്പറേറ്ററിൻ്റെ കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്, അകലിൽ നിന്നൊക്കെ നല്ല ലുക്കല്ലേ വണ്ടി കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ 34 സീറ്റുകൾക്ക് നല്ല ഓട്ടമുള്ളൊരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊട്ടിയൂരൊക്കെ പോയ സമയത്ത് ഒരുപാട് 34 സീറ്റ് വണ്ടികൾ വരുന്നത് കണ്ടു. 34-49 സീറ്റുകളാണല്ലോ ഇപ്പോൾ. ഇനിയിപ്പോൾ 49 സീറ്റുകളും ഉണ്ടാവില്ല എന്നാണ് കേൾക്കണത്. കാരണം എന്താ വെച്ചാൽ പ്രകാശനല്ല കേന്ദ്രത്തിൻ്റെ പുതിയ രീതി വെച്ചിട്ട് ഇനിയിപ്പോൾ പ്രകാശിലെ പുതിയ വണ്ടികളൊന്നും എടുക്കണില്ല എന്നാണ് കേൾക്കണേ. അപ്പോൾ ഇപ്പോൾ ഉള്ള 49 സീറ്റ് വണ്ടികൾക്കൊക്കെ ഡിമാൻഡ് കൂടും. അപ്പോൾ ഇവർക്ക് വേറെ ഉണ്ട് കേട്ടോ വണ്ടികളൊക്കെ. ടൂറിസ്റ്റ് ബസ്സുകൾ വേറെ 49 സീറ്റ് 2 വണ്ടി വേറെ ഉണ്ട്. പിന്നെ കുറേ ട്രാവലറുകളുണ്ട്. വലിയൊരു ഗ്രൂപ്പാണ്, 10-12 വണ്ടിയോളം ഉണ്ട് ഇവർക്ക്. ട്രാവലറുകളുണ്ട്, പിന്നെ കാറുകൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഓട്ടം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഇവരായിട്ട് ബന്ധപ്പെടുക കേട്ടോ. എല്ലാം നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ സൈഡിൽ നമുക്ക് കൂളിംഗ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച പോലെയാണ് കേട്ടോ നമുക്ക് തോന്നണം. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇരുട്ടായിരിക്കണത്. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ലൈറ്റ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട് തോന്നുന്നു, കൂളിംഗ് സ്റ്റിക്കേഴ്സ്. ഭയങ്കര ഇരുട്ടായിട്ടൊരു ഫീൽ ചെയ്യണം. പിന്നെ കട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ അതിങ്ങനെ പെട്ടെന്ന് ട്രാൻസ്പാരൻ്റ് അല്ല, കാണാൻ സാധിക്കില്ല. സ്ഫടികം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്ഫടികത്തിൻ്റെ ഒരു എന്താ പറയുക, സ്ഫടികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ ഒരു സാധനം തന്നെ ആണല്ലോ സ്ഫടികം. അപ്പോൾ താഴെയായിട്ട് ട്രാവൽ വൈബ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, സ്ഫടികം ട്രാവൽ വൈബ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെയർ വീലിൻ്റെ ആ ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ലഗേജ് ബോക്സിൻ്റെ ഒരു ഏരിയയാണ്, ബാറ്ററി ബോക്സ് ആണ് ഇതിൽ ഈ ഭാഗത്ത് കാണുന്നത്. ഓവറോൾ നന്നായിരിക്കുന്നുണ്ട്, നല്ലൊരു ചന്തറുള്ള നല്ലൊരു വണ്ടി. ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ നമ്മുടെ ടയറിൻ്റെ ഭാഗമാണ് കേട്ടോ വരുന്നത്. 295 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നമുക്ക് അതന്നെ ആവല് വരുന്നത്. 235/75 6 17.5 ടയറാണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ചെറിയ വണ്ടിയല്ലേ ഇത്, അതുകൊണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. പിന്നെ മുകളിൽ നമുക്ക് ആ കാണുന്നതാണ് ഇതിൻ്റെ ജെടെക്കിൻ്റെ ആ യൂണിറ്റ്, ഈസറ യൂണിറ്റാണ് കേട്ടോ മുകളിൽ കാണുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ ലഗേജ് ബോക്സിൻ്റെ ഒരു ഏരിയ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിത് തുറന്ന് കാണിക്കുന്നില്ല, കാരണം തുറന്ന് കാണിക്കുമ്പോൾ വെറുതെ സമയം അതിന് പോവാന്നല്ലാതെ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് തുറന്ന് കാണിക്കാതെ കേട്ടോ. ഈ ബാക്കിൽ വരുമ്പോൾ നമുക്കിതുപോലെ നമ്മളൊരു എന്താ പറയുക, ഒരു പുതിയൊരു കൊണ്ടോട്ടിയുടെ പുതിയൊരു ഡിസൈനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇമ്പറേറ്റർ എന്ന് പറഞ്ഞ ഒരു മോഡലാണിത്. ഇമ്പറേറ്റർ ACX എന്ന് പറഞ്ഞ മോഡലാണ്. ഓരോ ലുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലായിട്ട് 2 ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ. പിന്നെ ശ്രീ മഹാദേവൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഭാരത് ബെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഡിസൈൻ ആണ് കൊണ്ടോട്ടിയുടെ ഇപ്പോഴത്തെ ഒരു സ്പെഷ്യലാക്കി ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു വരച്ചതാണ്, പക്ഷെ വരച്ചതല്ല, ഇത് ശരിക്കും ഒരു ഡിസൈൻ അതിൻ്റെ ഉള്ളിൽ. വീഡിയോയിൽ അത്ര അറിയാനോ ഇതുണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിങ് ഉണ്ട്, അത് ഡിസൈൻ തന്നെയാണ് കേട്ടോ അത് ചെയ്തേക്കണത്. പിന്നെ സ്ഫടികം നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ സ്ഫടികം ട്രാവൽ വൈബ്സ് കൊണ്ട് ഇവിടെ ശക്തികുളങ്ങര കൊല്ലം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കായിരിക്കും ഈ വണ്ടി ബുക്കിംഗ് ആണെങ്കിൽ ഇതാണ് നമ്പർ, എഴുതി വെച്ചോളൂ എല്ലാവരും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ സ്ഫടികം ട്രാവൽ മെയ്റ്റ് എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം ID. സ്ഫടികം ട്രാവൽസ് 56@gmail.com എന്ന് പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റ്, സ്ഫടികം ട്രാവൽസ്.com എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇമെയിൽ ID വെബ്സൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വരുമ്പോൾ ബൂട്ട് സ്പേസിൻ്റെ ഭാഗം, അതുപോലെ സെൻസേഴ്സിൻ്റെ ബാക്കിലുള്ള സെൻസേഴ്സിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം കേട്ടോ. റിഫ്ലക്ടർ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടെയിൽ ലാംപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെയിൽ ലാംപ്സ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടെയിൽ ലാംപ്സാണ് വന്നേക്കണേ. കണ്ടോ, ഈ ഒരു ടൈപ്പ് ടെയിൽ ലാംപ്സാണ് ഇതിൽ വന്നേക്കണേ. 1 2 3 ഉണ്ട് ഇതിൽ. ഒരു റെഡിൻ്റെ ഉള്ളിലാണ് ഈ ടെയിൽ ലാംപ്സ് മൊത്തം കൊടുത്തേക്കണേ കേട്ടോ. ഇമ്പറേറ്റർ മൊത്തത്തിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ വണ്ടിയുടെ ലുക്ക് നല്ല ഭംഗി ആയിട്ട് നമുക്ക് എടുത്ത് കാണാൻ പറ്റണം കേട്ടോ. ഈ സൈഡിൽ നമുക്ക് അപ്പുറത്ത് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നമുക്ക് എടുത്ത് വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സൈഡിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കണേ. ഇവിടെയും വേറൊരു ടൂറിസ്റ്റ് ബസ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ടാണ്, അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നട്ടുച്ച കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അതാണ് അമ്പലം.
അമ്പലത്തിൻ്റെ പരിസരത്താണ് നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കാറ്റ് നല്ല പോലെ ഉണ്ട്, ആലിൻ്റെ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് വിൻഡ് മറ്റേ കാറ്റ് പിടിക്കുക എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ ഇതുപോലെ എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും നിയമങ്ങൾ ഇങ്ങനെ കർക്കശായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മേഖല, വണ്ടി മേഖലയൊന്നും കൊണ്ടു നടക്കാൻ എളുപ്പമല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എളുപ്പമല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു ലഗേജ് ബോക്സ് വെക്കുന്ന ഒരു സ്പേസ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ വണ്ടിക്ക്. ഞാൻ പറ്റിച്ചത് തുറന്ന് കാട്ടിത്തരാം. കാരണം വെച്ചാൽ അത് ഈ വണ്ടി നമ്മളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. എല്ലാ വണ്ടിയും തുറന്ന് കാണിക്കാതിരുന്നാലും ശരിയാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ലഗേജ് ബോക്സിൻ്റെ ഏരിയ. ഓക്കെ, കാരണം വെച്ചാൽ ഈ വണ്ടി നമ്മളങ്ങനെ എത്രയുണ്ട് ബൂട്ട് സ്പേസ് എന്ന് അറിയില്ലല്ലോ, നോക്കാം നമുക്ക്. പിന്നെ ഈ സൈഡിൽ ഇതുപോലെ ആണ്, ആ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ പുറത്ത് ഇതുപോലത്തെ കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എമർജൻസി എക്സിറ്റ് വരുന്ന കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടുണ്ട്. പിന്നെ ആഡ്ബ്ലൂ ഫില്ലിംഗ് സ്റ്റേഷൻ ഏരിയയാണ്. പിന്നെ ഡീസലിൻ്റെ ആ ഒരു ഫില്ലിംഗ് സ്റ്റേഷൻ ഏരിയയാണ് ഇത് ഈ കാണുന്നത്. എക്സോസ്റ്റ് മറ്റേതുണ്ടല്ലോ, ആ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ആ ഭാഗങ്ങളാണ് ഇത് കാണുന്നത്. ഓവറോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ. ഇവിടെ വീഡിയോ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ പട്ടികൾ വന്ന് കൂടിയല്ലോ, അടിക്കുകയോ. ബാക്ക് ഭാഗം തുറന്നിട്ടുണ്ട് കേട്ടോ. ഡിക്കി ബൂട്ട് സ്പേസ് ഇത്രയും സ്പേസ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ പ്രകാശിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ്. ഇത് ഇന്റർ കണക്റ്റഡ് തന്നെയാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ അവിടെ തുറന്നപ്പോൾ കണ്ടില്ലേ, ഈ രണ്ട് ഭാഗം ഓപ്പൺ ആണ്. ഇതിനൊരു കോണി കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അത് ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടില്ലേ, ഓവറോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇത് പൊന്തിക്കേണ്ടത് സൈഡിലേക്കല്ല കേട്ടോ, മുകളിലേക്കായിട്ടാണ് ഇതിൻ്റെ പൊന്തിക്കേണ്ട സംഭവം വന്നേക്കണത്. കണ്ടോ, ഇത്രയും സ്ഥലം അതിനുള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ്. 34 സീറ്റ് വെച്ച് കൊണ്ടുപോകാനേ ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഇതിൽ വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ലഗേജ് വെക്കണ ആ ഒരു ഏരിയയിൽ. പിന്നെ ഇതിൽ നമ്മുടെ ബാറ്ററി ഒക്കെ സംഭവങ്ങളാണ് ഇതിലിരിക്കുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് അതിലും അതിൻ്റെ ഇൻവെർട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തേക്കണേ. അപ്പോൾ അത് ലഗേജ് ബോക്സിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒന്നിൽ ബാറ്ററിയും മറ്റു സംഭവം തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് സ്പെയർ വീലിൻ്റെ ഒരു ഏരിയ ആണ്. എല്ലാം തുറക്കണില്ല. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ വരണം. ഇൻ്റർ കണക്റ്റഡ് ആണ് എല്ലാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. നമ്മളവിടെ സ്റ്റിയറിംഗ് സീറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. സ്റ്റിയറിംഗ് സീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു സ്റ്റിയറിംഗ് വീലല്ല കാണുന്നത്, ഒതുക്കുള്ള ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ് കാണുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ. അനലോഗായിട്ടും ഡിജിറ്റലായിട്ട് നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ കുറേ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഡോറിൻ്റെ സ്വിച്ച്, പിന്നെ എസിയുടെ സ്വിച്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാറ്ററി കട്ട് ഓഫ്, പവർ മോഡ്, എക്കോ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 4 ഇൻഡിക്കേറ്ററിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഹസാർഡ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ക്യാമറ വിഷ്വൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ AC ജെടെക്കിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ കാണാം. പിന്നെ ഒരു ഫയറിൻ്റെ ഒരു യൂണിറ്റ്, അതിൻ്റെ ഒരു സംഭവങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിർബന്ധമാണല്ലോ ഫയറിൻ്റെ സംഭവം വേണമെന്ന്. പിന്നെ ഇവിടെ ക്യാമറ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ നോക്കുക വെച്ചാൽ ഇതുപോലെ ഒരു സ്പീക്കർ, 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫാന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വെന്റ് ഉണ്ട്, എയർ വെന്റ്. പിന്നെ ഇത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 6+1 മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ് ഇതിൽ വന്നേക്കുന്നത്. 6 ഫോർവേഡ് റിവേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഭാരത് ബെൻസ് ആണല്ലോ. എന്തായാലും ഭാരത് ബെൻസ് ഈ ടൈപ്പ് സ്റ്റിയറിംഗ് വീല് മറ്റേ പുതിയ വണ്ടിക്കൊക്കെ മാറ്റം വന്നു വെച്ചാലും ഈ സ്റ്റിയറിംഗ് വീല് BS4 വന്നിരുന്ന ടൈപ്പ് സ്റ്റിയറിംഗ് വീലിനാണ് ഇപ്പോഴും ഈ വണ്ടിക്ക് വന്നേക്കുന്നത് കേട്ടോ. അതെന്താ അവർ മാറ്റാത്തതെന്ന് അറിയില്ല. ഇപ്പോൾ പുതിയ വരുന്ന വലിയ വണ്ടികളൊക്കെ മാറ്റിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലൊക്കെ. ഇവിടെ വരുമ്പോൾ ഒരാളിരിക്കുന്നുണ്ടല്ലോ, പെൺകുട്ടിയാണല്ലോ. അപ്പോൾ ഇതെന്താന്ന് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സെറ്റ് വർക്ക് ചെയ്തേക്കുന്ന വർമാസാണ്. ഞാൻ കുറേ ഇപ്പോൾ സെറ്റ് വർക്കിനെ കുറിച്ചൊന്നും പറയാറില്ല, കാണിക്കാറില്ല. കുറേ പേർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ സ്പടിക എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വർമാസിൻ്റെ സെറ്റ് വർക്കാണ് ഇതിൽ വന്നേക്കുന്നത്. ഒരു നല്ല രസമായിരിക്കുന്നുണ്ട് കേട്ടോ, പാനല് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോ തവണയും ഓരോരുത്തർ പുതിയ സംഭവം ഇറക്കും. അത് കഴിയുമ്പോഴേക്കും ഇത് കാശ് കൊടുത്തത് മേടിക്കും, പിന്നീട് അതിന് വിലയില്ലാതെയാവും വേറെ മോഡൽ വരുമ്പോൾ. വീണ്ടും കയറ്റും, വീണ്ടും കളയും, വീണ്ടും കയറ്റും, വീണ്ടും കളയും. ഇതൊക്കെയാണ് ടൂറിസ്റ്റ് ബസ്സിലത്തെ അവസ്ഥകൾ. ഭയങ്കര മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനൊരു 5 വർഷം മുന്നേ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ജീപ്പൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഇപ്പോൾ വേറെ ടൈപ്പ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ. അതാ പറഞ്ഞത്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാലത്തിനനുസരിച്ച് ഇങ്ങനെ പോയി അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഡോക്ടർമാരെന്താ അപ്ഡേറ്റ് ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആകും.
ഇവിടെ വരുമ്പോൾ കുറെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വർമാസിന്റെ തന്നെ ഇതിന്റെ ഉള്ളിലത്തെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. മേ ബി സ്പടികം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വർമാസിന്റെ ഉണ്ടല്ലേ ഒരു പ്രൊസസ്സർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മിക്സർ സംഭവങ്ങളൊക്കെ ഇവിടെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈഫൈയുടെ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയ്ക്കൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സീറ്റ് ഇതാണ്, ഇങ്ങനെയാണ് ഒരു സീറ്റ് വന്നിട്ടുള്ളത്. ഓവറോൾ നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട് അല്ലേ. നമ്മളേ സ്പടികം ട്രാവൽസിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മള് മഴക്കാലം അതുകൊണ്ട് കാര്യമില്ല, ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ AC ഒക്കെ ഇട്ടിട്ടുണ്ട് വണ്ടിയുടെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിൽ വരികയാണെങ്കിലേ ഇതുപോലെ വലിയൊരു സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു ഭാഗം കാണാൻ കേട്ടോ. അതിന്റെ മുകളിൽ ഇതുപോലെയുള്ള പിക്സൽ എന്താ പറയുക ഈ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനൊക്കെ ആയിട്ട്. അതിന്റെ വർക്ക് നോക്കി നല്ല രസമായിരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ തൊട്ട് താഴെയായിട്ടേ സ്പടികം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പടികം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊരു വുഡൻ ഫിനിഷ് ഒരു പാനലാണ്. അതിൻ്റെ മുകളിലാണ് അവർ ഈ സ്പടികം എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ലേസർ ഇങ്ങനെ അടിക്കണം അതിൻ്റെ മുകളിൽ. പിന്നെ തൊട്ട് ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെ സ്പീക്കർ കൊടുത്തേക്കുന്നത് ഇതുപോലത്തെ ഡിസൈൻ ഡയമണ്ടിലാണ്, വജ്രത്തിൻ്റെ ഒരു തീമിലാണ് അതിൻ്റെ സ്പീക്കറുകൾ കൊടുത്തേക്കുന്നത് കേട്ടോ. അത് ഈ സ്പീക്കർ മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ അത് എവിടെയും അങ്ങനത്തെ സ്പീക്കേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കണം കേട്ടോ. അവിടെ മാത്രമല്ല ഫ്രണ്ടിലും അങ്ങനത്തെ സ്പീക്കർ തന്നെയാണ് ഇവിടെ. പിന്നെ ഇവിടെ പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു വർക്ക് കാണാൻ സാധിക്കും. അതും ഒരു പാനലാണ്. ആ പാനലിൻ്റെ മുകളിലായിട്ടൊരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു പാനൽ ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു പാനലാണ്. അതിൽ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ ടോട്ടൽ 34 പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക കൊണ്ടോട്ടി ഓട്ടോഗ്രാഫ്റ്റാണിത് പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അന്ന് പോയ സമയത്ത് അത് ആ വണ്ടി കണ്ടു. അത് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനും കിട്ടിയില്ല. അതൊരു ഭാഗ്യമായിട്ട് കരുതണു. 34 പുഷ് ബാക്ക് സീറ്റുകൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുഷ് ബാക്ക് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. സീറ്റുകളൊക്കെ ഒന്നും പറയാനില്ല, സ്ഥിരമായിട്ട് ഇപ്പോൾ പ്രകാശിലൊക്കെ വരുന്ന ടൈപ്പ് സീറ്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു പോളിസ്റ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ കർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓറഞ്ച് തീമിലുള്ള കർട്ടൻസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ബാക്കിൽ അതുപോലെ കർട്ടൻസ് കാണാം. ബാക്കിൽ 4 സീറ്റുള്ളൂ കേട്ടോ. ഒരു സൈഡ് ഉണ്ടല്ലോ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടെ വരുമ്പോൾ എമർജൻസി എക്സിറ്റിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. മാത്രമല്ല ഈ പില്ലറിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഫാനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 6 ഫാൻ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഉള്ളിലത്തെ ഓവറോൾ ലുക്ക്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ പകലെടുക്കണ കാരണമാണ് ലൈറ്റിൻ്റെ അതിപ്രസരം കാണിക്കാത്തത്. അതല്ലെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ കണ്ട ഇത് വുഡൻ ഫിനിഷിലാണ് പോയിക്കുന്നത്. അതിലിങ്ങനെ ലൈറ്റ് ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട്. പുക സ്മോക്ക് ഇട്ടു ഇപ്പോൾ കേട്ടോ. എന്താ സ്മോക്കിൻ്റെ ഇതിന് സ്മോക്ക് വരുന്നത്. സ്മോക്ക് ഇട്ട് അയ്യോ ഇതിൻ്റെ ഉള്ളിൽ ഇനി വീഡിയോ എടുക്കാനാ പാട്. പിന്നെ ഇതിന് ഇവിടെയൊക്കെ ഉള്ള റെക്സിൻസ് ഒക്കെ ഉണ്ട്. ഈ രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെ ആയിട്ടാണ്. സ്മോക്ക് നിർത്തുന്നില്ലല്ലോ. ലേസർ ഭയങ്കര പ്രശ്നമാണ് ക്യാമറയ്ക്കും നമുക്കും. അപ്പോൾ ലേസർ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ AC-യുടെ ഒരു ഫ്ലോറ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജെടെക്കിൻ്റെ AC ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ആകെ മഞ്ഞായ പോലെ ആയില്ലേ ഇപ്പോൾ പോകട്ടപ്പോൾ. പിന്നെ സീറ്റിൻ്റെ ബാക്ക് വരുമ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. യൂണോമിൻഡ അവരുടെ സീറ്റ് തോന്നുന്നു ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്ഥിരം എല്ലാ വണ്ടികളിലുള്ള പോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ, അതുപോലെ ബുക്ക് ഹോൾഡർ, പിന്നെ നമുക്ക് കാലൊക്കെ വെക്കാനായിട്ടുള്ള നമ്മുടെ സുഖമായിട്ട് കാലൊക്കെ ഇതുപോലെ ഗേറ്റിങ്ങനെ വെക്കാൻ പറ്റും. അതിനുള്ളൊരു ഹോൾഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഈ സൈഡിൽ വിൻഡോ, എമർജൻസി വിൻഡോ ഭാഗമൊക്കെയാണ് കാണുന്നത്. പിന്നെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മറ്റേ എന്താ പറയുക ഹാമറില്ലേ, അത് കൊടുത്തിട്ടുണ്ട്. അത് 3-4 പില്ലറിൻ്റെ മുകളിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബ്രേക്കർ, ഗ്ലാസ് ബ്രേക്കർ. ലേസർ എനിക്ക് കണ്ണിലേക്ക് അടിക്കണം.
പിന്നെ ഇതില് അടിയിൽ ആലുമിനിയം പ്ലാറ്റ്ഫോമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതലൊന്നും അങ്ങനെ എടുത്ത് പറയാനൊന്നുമില്ല. പിന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് കാണാൻ സാധിക്കും. വണ്ടി ഓവറോൾ നല്ലൊരു അടിപൊളി വണ്ടിയാണ്. 34 സീറ്റ് വണ്ടിയാണ്. അപ്പോൾ ആർക്കായിരിക്കും ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് ഓട്ടം പോകാനോ വിളിച്ച് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. സ്പടികത്തിൻ്റെ നമ്പർ രജിസ്ട്രേഷൻ പോസ്റ്റിൽ ഞാൻ ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. കൊല്ലത്താണ് ഇവരെ, ശക്തികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ സ്ഥലം വരുന്നത്. എന്തായാലും വണ്ടി നല്ല കിടുക്കാഴ്ചയാണ്. ഫ്രണ്ടിൽ വരുമ്പോൾ ഇതുപോലെ TV നമുക്ക് കാണാൻ സാധിക്കും. TV-യുടെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ചാർജും പോർട്ടൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്പർ കാര്യങ്ങളൊക്കെ ഇത് നീക്കിയിട്ടതാട്ടോ. നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാനൽ മൊത്തത്തിൽ വന്നേക്കണത്. വണ്ടി നന്നായിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ എന്താ പറയുക, മറ്റു സംഭവം മറ്റേ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ഇവിടെ ഒരു ഫ്രിഡ്ജ് പോലത്തെ സംഭവം ഉണ്ടാവില്ല, അത് ഇതിന് കാണാനില്ല കേട്ടോ. ഇവിടെയാണ് ചാർജും പോർട്ടൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ മൊബൈൽ ഹോൾഡർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സൈഡിലാണ് ഇതിൻ്റെ ഈ ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. മൊബൈൽ ഹോൾഡർ അതുപോലെ ചാർജും പോർട്ടലും നമുക്ക് ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത് സീറ്റിൻ്റെ. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമുക്കതിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സീറ്റിൻ്റെയും ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത് ചാർജും പോർട്ടൽസ് അതുപോലെ മൊബൈൽ ഹോൾഡറൊക്കെ. ഓവറോൾ നല്ലൊരു അടിപൊളി വണ്ടി, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പടിക ട്രാവൽസ് ഒന്ന് ഓടിച്ച് നോക്കാം. ഭാരത് ബെൻസ് 1017 എങ്ങനെ അതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. ഓക്കെ, അടിപൊളിയാണ് ഭാരത് ബെൻസ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ് ഓടിക്കാൻ. വണ്ടി പെട്ടെന്ന് ഗിയറൊക്കെ നന്നായി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ 6 ഗിയർ ഇട്ടു, വേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ ഇട്ട് നോക്കി. പെർഫെക്റ്റ് ആണ്, സുഖമാണ്. പിന്നെ സ്റ്റീറിംഗ് ചെറിയ കാരണം സുഖമായിട്ട് പെട്ടെന്ന് ബ്രേക്കൊക്കെ നല്ല അത് പെർഫെക്റ്റ് ആണ്. നമ്മൾ ചേട്ടന്ന് ഞാൻ വണ്ടി വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ബ്രേക്ക് പെർഫെക്റ്റ് ആണ്. അതെ, അത് ഉപയോഗിക്കാൻ റോഡിന്റെ അവസ്ഥയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ ഒരു ഓടിക്കണില്ല. നമ്മുടെ അതിൻ്റെ ടൈമും പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ പോയിട്ട് എവിടെയെങ്കിലും വണ്ടി നോക്കാം. ഇത് നമ്മുടെ നീണ്ടകര പാലല്ലേ, പാലത്തിന്റെ പാലം കേട്ട് നിർത്തണം. ഇതാണെങ്കിലോ അപ്പോൾ ഒന്ന് ബ്രേക്ക് ഇട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചേട്ടൻ, ഇതിന്റെ ഡ്രൈവർ സാരഥി ചേട്ടൻ, ഷാനവാസ് ചേട്ടനാണ് ഈ വീഡിയോ ഇട്ടുതരുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ എന്നും പറഞ്ഞ പോലെ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഉടനെ മറ്റൊരു ഗംഭീര വീഡിയോ വരാം. ഒരിക്കൽ തൽക്കാലം ബൈ, നമസ്കാരം.